നമസ്കാരം, വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മാലിന്യമുക്തം നവകേരളം വലിച്ചെറിയൽ മുക്ത വാരാചരണത്തിന്റെ ഭാഗമായി തിരൂർ നഗരസഭയും ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരും സന്നദ്ധ പ്രവർത്തകരും സംയുക്തമായി ബോയ്സ് ഹൈസ്കൂൾ പരിസരം ശുചീകരിച്ചു. തിരൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജന ഉദ്ഘാടനം ചെയ്തു. തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും 2% മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ. തിരൂർ നഗരസഭയും ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരും സന്നദ്ധ പ്രവർത്തകരും സംയുക്തമായി ബോയ്സ് ഹൈസ്കൂൾ പരിസരം ശുചീകരിച്ചു. തിരൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജന ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പൊതുനിരത്തുകളെല്ലാം തന്നെ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും വലിച്ചെറിയുന്ന ഒരു പ്രവണത കണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ മാറ്റി വരുത്തുന്നതിനായിട്ടാണ് ഒരു വലിച്ചെറിയൽ വിരുദ്ധ വാരമായിട്ട് നമ്മൾ ജനുവരി 1 മുതൽ 7 വരെ നമ്മുടെ വിവിധ വാർഡുകളിൽ ഒട്ടേറെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായി NSS ബോയ്സ് ഹൈസ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ബോയ്സ് ഹൈസ്കൂളിന്റെ പരിസരം ഇന്ന് വൃത്തിയാക്കുകയാണ്. നഗരസഭാ കൗൺസിലർ വി നന്ദൻ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മുടെ മാലിന്യമുക്തം വലിച്ചെറിയൽ കേരളം എന്നത് നമ്മളെല്ലാവരും പാഴ്വസ്തുക്കൾ അവിടെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ജനങ്ങളെ ബോധവൽക്കരണ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ ആരോഗ്യ വിഭാഗത്തിന്റെ ചെയർപേഴ്സൺ സജിന, അതുപോലെ തന്നെ ഷാനവാസ്, ജീനാബാസ് കൗൺസിലർമാര്, പിന്നെ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥന്മാര്, NSSന്റെ ടീച്ചർ, കുട്ടികള്, നാട്ടുകാർ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി കൗൺസിലർമാരായ ഷാനവാസ്, അഡ്വക്കേറ്റ് ജീന ഭാസ്കർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ ബാബു, സിന്ധു എന്നിവർ സംസാരിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിൽ വലിച്ചെറിയൽ മുക്ത സന്ദേശവും നൽകി. വെട്ടന്യൂസ് തിരൂർ.